രാജ്യാന്തര അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിലെ മുഖ്യപ്രതികൾ ഹൈദരാബാദിൽ ഒളിവിലാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു ടീം ഹൈദരാബാദിൽ തുടരുന്നുവെന്നാണ് വാർത്തകൾ വരുന്നതും. അറസ്റ്റിലായ സാബിത്ത്, സജിത്ത്, ശ്യാമോ എന്നിവരുടെ കൂട്ടാളികളാണ് ഹൈദരാബാദിൽ ഒളിവിൽ ഉള്ളതായിട്ട് സൂചന ലഭിക്കുന്നത്. ജിജീഷ് കരുണാകരനുണ്ട് കൊച്ചിയിൽ നിന്നും. ജിജീഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ജനൻ TV വഴി തന്നെ എത്ര അവയവക്കടത്തിലെ വെളിപ്പെടുത്തലുകൾ, ഭയാനകമായ വെളിപ്പെടുത്തലുകളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ അറസ്റ്റിലായവരുടെ കൂട്ടാളികൾ ഹൈദരാബാദിലുണ്ട് എന്നുള്ള സൂചനകളൊക്കെ തന്നെ ലഭിക്കുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടേക്ക് ആണ് അന്വേഷണ സംഘം അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നതും. ഇനി ഏത് രീതിയിലായിരിക്കാം ഇവരുടെ ഈ അന്വേഷണമൊക്കെ തന്നെ നടക്കാൻ പോകുന്നത്? നേരത്തെ രജനി വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതെത്ര ഭയാനകമായ രീതിയിലാണ് ആഴത്തിൽ കേരളത്തിൽ വേരൂന്നിയത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അതിലെ ഇരകളുടെ അടക്കമുള്ള നമ്മൾ പുറത്തുവിട്ട പ്രധാനപ്പെട്ട വിവരങ്ങളും വെളിപ്പെടുത്തലുകളും. അതിന് സമാനം തന്നെയാണ്. അത് കൊച്ചി കേന്ദ്രീകരിച്ച് അവയവ കച്ചവടത്തിന്റെ റാക്കറ്റ്, അതോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ എന്നിവയുടെ കൂടുതൽ വിവരങ്ങളാണ് ജനൻ TV പുറത്തുവിട്ടതെങ്കിൽ ഒപ്പം തന്നെ അതിന് ഏതാനും ദിവസം മുമ്പായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നതും അതിന്റെ തുടർന്ന് ഒരാൾ അറസ്റ്റിലാവുകയും എല്ലാം ചെയ്തത്. അത് രാജ്യാന്തര അവയവ കച്ചവടത്തിന്റെ ഭാഗമായുള്ള മനുഷ്യക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസിലെ അന്വേഷണമാണ് ഇപ്പോൾ ഹൈദരാബാദിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട പ്രതികൾ പലരും ഹൈദരാബാദിലാണ് ഉള്ളത് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. കൃത്യമായ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ആണ് അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരുന്നു. തുടർന്ന് ആ അന്വേഷണ സംഘം വിവിധ സ്ഥലങ്ങളിലേക്ക് പല ഗ്രൂപ്പുകളായി, പല ടീമുകളായി എത്തി. ഒരു സംഘം ചെന്നൈയിലേക്ക് പോയിരുന്നു, ഒപ്പം തന്നെ മറ്റൊരു സംഘം ബംഗളൂരുവിലേക്ക് പോയിരുന്നു. ഒപ്പം തന്നെയാണ് ഹൈദരാബാദിലും അന്വേഷണ സംഘം എത്തിയത്. ഈ ഹൈദരാബാദിലുള്ള അന്വേഷണ സംഘമാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തങ്ങുന്നു എന്നതിന്റെ വിവരങ്ങൾ ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ ആളുകളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുടെ ഭാഗമായി അവിടെ നിൽക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ സാബിത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റു ചില കണ്ണുകളിലേക്ക് വിവരങ്ങൾ ലഭിച്ചത്. ആ കണ്ണുകൾ പ്രധാനമായും ഇതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ച ഏജന്റുമാർ മാത്രമല്ല, ഇത്തരത്തിൽ കമ്മീഷൻ പറ്റിയ ആളുകൾ കൂടിയാണ് എന്ന് വ്യക്തമായിരുന്നു. വലിയ തോതിൽ കമ്മീഷൻ പറ്റിയതിനു ശേഷം ഇരകളെ കണ്ടെത്തുന്നു. ഇരകളെ കണ്ടെത്തി കൊച്ചിയിലെ രാജ്യാന്തര മയക്കുമരുന്ന് മാഫിയ നടത്തിയിരുന്നത് ഇവിടം കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പും ഒപ്പം തന്നെ അവയവ കച്ചവടവുമായിരുന്നു എങ്കിൽ പുറത്തേക്ക് ഇറാനിൽ വെച്ച് നടക്കുന്ന ശസ്ത്രക്രിയകൾക്ക് അവിടുത്തെ ആശുപത്രികളിലേക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഈ സാബിത്ത് അടക്കമുള്ള ആളുകൾ നടത്തിയിരുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മധു അടക്കമുള്ള അവരെ ഇപ്പോഴും ഒളിവിലാണ് ഉള്ളത്. ഇവരെ തിരിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ഇറാനിൽ കഴിയുന്നുവെന്ന് സൂചന ലഭിച്ച മധുവിനെ ഇന്റർപോളിന്റെ അടക്കം സഹായത്തോടെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെ കേന്ദ്രീകരിച്ച് ഹൈദരാബാദിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. കാരണം ഇരകളിൽ അധികവും ഹൈദരാബാദ് ഭാഗത്തുള്ള ആളുകളായിരുന്നു. ഒപ്പം തന്നെ ചെന്നൈയിലെയും സേലത്തടക്കമുള്ള ആളുകൾ ഈ ഒരു അവയവ കച്ചവട മാഫിയയുടെ റാക്കറ്റിന്റെ ഭാഗമായി മാറുകയും അവർക്ക് വലിയ തോതിൽ സാമ്പത്തിക നഷ്ടം, ഒപ്പം തന്നെ അവരുടെ അവയവം ശസ്ത്രക്രിയയിലൂടെ മാറ്റുകയും എല്ലാം ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇരകളെ കണ്ടെത്തി പ്രധാനമായും മൊഴിയെടുക്കണം. ഇവരിൽ പലരും ചെറുതെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ആരും പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പരാതി നൽകി കഴിഞ്ഞാൽ പണം നൽകുന്നയാളും, ഈ അവയവ കച്ചവടത്തിന്റെ ഭാഗമായി പണം നൽകുന്നയാളും സ്വീകരിക്കുന്നയാളും, അത് ദാതാവും സ്വീകർത്താവും ഒരുപോലെ കുറ്റക്കാരാകും എന്നതാണ് നിലവിലെ നിയമം. എന്നതുകൊണ്ട് തന്നെ അവർ പരാതി നൽകാൻ തയ്യാറാവുന്നില്ല. അതാണ് ഇത്തരത്തിലുള്ള ഏജന്റുമാർ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഏജന്റുമാരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഏജന്റുമാർക്ക് സഹായകരമായ നിയമം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ തന്നെയാണ്. കാരണം നേരത്തെ നമ്മളോട് സംസാരിച്ച ഇരകളടക്കം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തങ്ങൾ പരാതി നൽകുമെന്ന് പറയുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ല, പരാതി നൽകി കഴിഞ്ഞാൽ പരാതി നൽകിയാൽ കുടുങ്ങുക നിങ്ങൾ തന്നെയാണ് എന്ന കാര്യമായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ പരാതി നൽകുകയാണെങ്കിൽ അത് വാങ്ങുന്നയാളും കൊടുക്കുന്നയാളും, പണം വാങ്ങുന്നയാളും കൊടുക്കുന്നയാളും കുറ്റക്കാരാകും, ഏജന്റ് അവിടെ തെറ്റുകാരനല്ല എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം മുതലാക്കിയാണ് വലിയ തോതിൽ
അവയവ കച്ചവടത്തിന്റെ ഇടനിലക്കാർ പ്രവർത്തിച്ചിരുന്നത്. ഈ സാബിത്തും മധുവും എല്ലാം ഇത്തരത്തിൽ വിദേശത്തേക്ക് അവയവ കച്ചവടത്തിന്റെ ഭാഗമായി മനുഷ്യക്കടത്ത് നടത്തിയതിന്റെ പ്രധാനപ്പെട്ട ആസൂത്രകരായിരുന്നു. ഈ ആസൂത്രകർക്കൊപ്പം തുല്യ പങ്കാളിത്തമുള്ള ഈ സാബിത്തിന്റെ കൂട്ടാളികളായ ആളുകളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ ഹൈദരാബാദിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അവിടെയുള്ള അന്വേഷണ സംഘം ഇവരെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വൈകാതെ കൂടുതൽ അറസ്റ്റുകൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് വൈകാതെ കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. യെസ് ജീഷ്, നമുക്കിവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇതിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ജനം ടി വിയോട് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. കാരണം താനല്ല ഇതിൻ്റെ മുഖ്യ കണ്ണികൾ, വേറെ ആളുകളുണ്ട്, താൻ വെറും ഒരു പരൽ മീനാണ് എന്ന് ഷാജൻ്റെ ആ ഒരു പ്രതികരണം. അപ്പോൾ ഇതിനിടയിൽ കണ്ണികൾ ഒരുപാട് പേരുണ്ട്, കേരളത്തിനകത്ത് തന്നെ ഒരുപാട് പേരുണ്ട്. ഇതിൽ മറ്റൊരു ഭയാനകപ്പെടുത്തുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ അവയവ കടത്തിൻ്റെ മാഫിയകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തിട്ടുള്ളതാകട്ടെ ഈ സ്വകാര്യ ആശുപത്രികൾ തന്നെയാണ്, ആശുപത്രി അധികൃതർ എന്നുള്ളതാണ്. രജനി, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ആശുപത്രികൾ കൃത്യമായി തന്നെ അവർ പലപ്പോഴും പറയുന്നത് ഏജന്റുമാരുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഏജന്റുമാരെ അത്തരത്തിൽ ഈ അവയവ കച്ചവടത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് സർജറികൾ നടത്തേണ്ട കാര്യം ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ ആശുപത്രി പരിസരത്ത് ഇത്തരത്തിൽ അവർ കേന്ദ്രീകരിക്കുന്നുണ്ട്. അത് തങ്ങളുടെ ഒരു കുറ്റമല്ല, അല്ലെങ്കിൽ തങ്ങളുടെ ഇടപെടൽ കൊണ്ടല്ല എന്ന കാര്യം അവർ വിശദീകരിക്കുമ്പോൾ തന്നെ കൃത്യമായി കൊച്ചിയിലെ തന്നെ നിരവധി മൾട്ടി സ്പെഷ്യാലിറ്റി, ഒന്നോ രണ്ടോ അല്ല, നിരവധി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഒരുപോലെ ഇത്തരത്തിലുള്ള അവയവ മാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നു, അവയവ കച്ചവടം, പരസ്യമായ അവയവ കച്ചവടം നടക്കുന്നു. പലപ്പോഴും ഡോക്ടർമാർ തന്നെയാണ് ഈ ഏജന്റുമാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏജന്റുമാരെ മുട്ടിച്ചു നൽകുന്നത്. ആര് എവിടെ നിന്ന് തങ്ങൾക്ക് ഇത്തരത്തിൽ അവയവം ലഭ്യമാകും, വൃക്കയാണെങ്കിലും കരളാണെങ്കിലും എല്ലാം തന്നെ എവിടെ നിന്ന് ആരോട് ചോദിച്ചാൽ ഈ ദാതാക്കളെ ലഭിക്കുമെന്ന് അന്വേഷിക്കുന്ന സമയത്ത് സ്വീകർത്താവിന്റെ ബന്ധുക്കൾക്ക് ഈ ഏജന്റുമാരുടെ നൽകുന്നത് പോലും പല ഡോക്ടർമാരാണ്. അങ്ങനെ ആശുപത്രികളുടെ കൃത്യമായ അറിവോടുകൂടിയും അവരുടെ മൗനാനുഭവത്തോടു കൂടിയാണ് ആ പരിസരങ്ങളിൽ ഏജന്റുമാർ ഇത്തരത്തിൽ വിഹരിക്കുന്നത്. ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവയവ മാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ലക്ഷങ്ങൾ കയ്യിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ആശുപത്രിയുടെ ഭാഗമാകുന്ന വലിയ സർജറികളാണ്. അത്തരത്തിൽ അവയവ മാറ്റ ശസ്ത്രക്രിയകൾ നടത്തുന്ന ആശുപത്രികൾ എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായും ഇത്തരത്തിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് മറ്റു മാർഗങ്ങളില്ല, അവയവ മാറ്റമല്ലാതെ എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന നൂറുകണക്കിന് രോഗികളാണ് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ദാതാക്കളെ കണ്ടെത്തി അവർ പറഞ്ഞ പണം, അതായത് പല ഘട്ടങ്ങളിലും ഏറ്റവും ആദ്യം ഏജന്റ് നടത്തുന്ന ഒരു വിലപേശൽ എന്ന് പറയുന്നത് തങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നത് സംബന്ധിച്ചാണ്. അതാണ് നേരത്തെ വെളിപ്പെടുത്തലുകൾ നടത്തിയ യുവതി അടക്കം മറ്റൊരു യുവതിയും ഈ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ അവയവ കച്ചവട മാഫിയയുടെ കയ്യിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ പുറത്തറിഞ്ഞത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട നിരവധി ആളുകളും എല്ലാം തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വലിയ തുക ഈ ഏജന്റുമാർ ഇത്തരത്തിൽ കൈക്കലാക്കുന്നുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രാജ്യാന്തര അവയവ കച്ചവട സംഘങ്ങളാണെങ്കിലും ഒപ്പം തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അവയവ കച്ചവട മാഫിയാണെങ്കിലും എല്ലാം തന്നെ ഇതിന്റെ ഇടനിലക്കാരാണ് ലക്ഷക്കണക്കിന് രൂപ സംഘടിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ 20-25 ലക്ഷം, ഒപ്പം തന്നെ കരൾ കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ദാതാക്കളെ തേടുന്നത് എങ്കിൽ 40 ലക്ഷത്തിലധികം രൂപയും എല്ലാം തന്നെ ഈ സ്വീകർത്താക്കളിൽ നിന്ന് പറഞ്ഞുറപ്പിക്കുന്നു. വാക്ക് പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം ആ പണം കൈപ്പറ്റി മാത്രമാണ് ദാതാക്കളെ ഈ ആശുപത്രിയിലേക്ക് കൂടുതൽ പരിശോധനകൾക്കായി കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഈ ദാതാക്കളെ, അല്ലെങ്കിൽ ഇരകളെ കൃത്യമായി തന്നെ കബളിപ്പിക്കുന്ന ഈ ഏജന്റുമാർ ചെയ്യുകയും ചെയ്യുന്നത്. യെസ്, തീർച്ചയായിട്ടും. എന്തായാലും ഈ ദാരിദ്ര്യം വരെ ചൂഷണം ചെയ്തുകൊണ്ട് അവയവ കച്ചവടം നടത്തുന്ന ഒരു സംഭവമായിട്ട് തന്നെ, ഒരു സ്ഥലമായിട്ട് തന്നെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു വിപത്താണ് ഇപ്പോൾ നേരിടുന്നത്. പക്ഷേ അത് ഇന്നും ഇന്നലെയും ഒന്നും തന്നെ തുടങ്ങിയ കാര്യമല്ല, വർഷങ്ങളായിട്ട് തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ഈ പണത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാർ ഇതിൽ ഭാഗമാകുന്നു. പക്ഷെ പിന്നീടാണ് അവർ ആ ചതിയിൽ പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഉറപ്പിക്കുന്ന ആ ഒരു തുക പോലും നൽകാതെ തുച്ഛമായ തുക നൽകുകയും പിന്നീട് രോഗബാധിതരായിട്ട് അവർ മാറുന്ന സ്ഥിതിയാണ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഈ രാജ്യാന്തര അവയവ കച്ചവടത്തിനുള്ള മനുഷ്യക്കടത്ത് കേസിലെ മുഖ്യപ്രതികളെ തേടിയുള്ള അന്വേഷണം ഹൈദരാബാദിലേക്ക് നീളുന്നു എന്നുള്ള വാർത്തയാണ് പുതുതായിട്ട് പുറത്തു വരുന്നത്. ഒപ്പം ഈ സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൂടി അനിവാര്യമായിട്ട് തന്നെയാണ് വരുന്നത്. വിശദമായ റിപ്പോർട്ടാണ് ജിജീഷ് കരുണാകരൻ നൽകിയത്.